കേരളം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ, അതായത് കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം, നമ്മൾ ലിറ്ററസി ഒന്നുമല്ല പറയുന്നത്, എഡ്യൂക്കേഷൻ നശിപ്പിച്ചതിൽ കേരളം ഭരിച്ച പൊളിറ്റിക്കൽ പാർട്ടിയിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും അതിൻ്റേതായ അവർ കോൺട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ആരെയും തള്ളിക്കളയാൻ പറ്റത്തില്ല. അത്ര മോശമായിട്ടാണ് കേരളത്തിൻ്റെ സ്കൂൾ എഡ്യൂക്കേഷനാണ്. എല്ലാവരും ഓൾ പാസ്സൊക്കെ ആക്കി വിട്ടു. നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അത് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇന്ത്യയിലെ ചില യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന ഏറ്റവും മോശമായ ബീഹാറിൻ്റെ ഉൾഭാഗങ്ങളിലുള്ള ചില സ്റ്റേറ്റുകൾ ഉൾഭാഗങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊന്നുമല്ല. പ്രധാനപ്പെട്ട സിറ്റികളിലെ, അത് ഇന്ത്യൻ സിറ്റികളിലെ യൂണിവേഴ്സിറ്റികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റി ഏറ്റവും മോശമാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം കേരളത്തിൻ്റെ പബ്ലിക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ 10th പാസ്സാകുന്ന കുട്ടിക്ക് കേരളത്തിൽ പ്രോപ്പറായിട്ട് അവന് സ്വന്തമായിട്ട് അവന് ഒരു സെൻറ്റൻസ് അവന് എഴുതാൻ അറിയത്തില്ല. കാരണം ആൾക്കാരെ പാസ്സാക്കി വിടുക. കാരണം ആ രീതിയിൽ താറുമാറായി നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പം അതിനകത്ത് വ്യക്തമായ മാറ്റമില്ല എങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, CBSE ഇതൊക്കെ പഠിക്കുന്ന പണമുള്ള ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന പിള്ളേരാണ്. അതേപോലെ സെൻട്രൽ സ്കൂൾ അങ്ങനെയുള്ള സംഭവം അങ്ങനെയുള്ളവർക്ക് റിസർവേഷൻ അങ്ങനെ ആ രീതിയിലാണത് പോകുന്നത്. പക്ഷെ കേരളത്തിലെ ഗവൺമെൻറ് സെക്ടറിലും, അതായത് ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിലും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാണെങ്കിലും ഇതിന് പണമില്ല. ഇത് പ്രോഗ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുക യാഥാർത്ഥ്യം. പണമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കേരളത്തിൻ്റെ കയ്യിലും സ്റ്റേറ്റിൻ്റെ റവന്യൂ ആണെങ്കിലും വളരെ മോശം. അവർക്ക് ഇതിൽ കൂടുതൽ അതിൽ മുടക്കാൻ അവരുടെ പണമില്ല. ഇവിടെ ബിനോയ് വിശ്വവും മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ബിനോയ് വിശ്വത്തിൻ്റെ മക്കളെയൊക്കെ വിദേശത്ത് വിട്ടാൽ പഠിപ്പിക്കുന്നത്. അധികവും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കേരളത്തിലുള്ള മക്കളെയൊക്കെ പല രീതിയിൽ അവർ വിദേശത്ത് വിട്ടൊക്കെ പഠിപ്പിക്കുവാണ്.